ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനപ്പെട്ട ആളത് മുസനി. അദ്ദേഹം ഒരിക്കൽ അഖീദയുമായിട്ട് ബന്ധപ്പെട്ട വളരെ സൂക്ഷ്മമായ ചില വിഷയങ്ങൾ ചോദിക്കാൻ വേണ്ടി ഇമാം ഷാഫിഈയുടെ അടുത്ത് വന്നപ്പോൾ ഷാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം തിരിച്ചു ചോദിച്ചത് വുദൂഇൻ്റെ ചില നിയമങ്ങളാണ്. മുസനി പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു, ഉത്തരം അറിയില്ല എന്നാണ്. ഇമാം ഷാഫി പറഞ്ഞു 5 നേരത്തെ നിത്യവും ചെയ്യേണ്ട നിസ്കാരത്തിൻ്റെ കാര്യം നിനക്കറിയില്ല, പക്ഷെ നീ ചോദിക്കാൻ വന്നിട്ടുള്ള വിഷയം ഇത്ര വലിയ വിഷയമാണ്. ആദ്യം അത് പോയിട്ട് പഠിക്കുക. അദ്ദേഹം പിന്നീട് ഇമാം മുസനി ഷാഫിഈയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായി മാറിയത്. അദ്ദേഹം പറഞ്ഞു എനിക്ക് ഏറ്റവും ഉപകരിച്ച നസീഹത്തുകളിലൊന്നാണിത്. ആൾക്കാർക്ക് പലർക്കും ഇത് പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല, പക്ഷെ അദ്ദേഹം പറയുന്നത് എനിക്ക് ഏറ്റവും ഉപകരിച്ച നസീഹത്തിൽപ്പെട്ടതായിരുന്നു അത്. ഇന്ന് പലപ്പോഴും ആളുകൾ ഫോണിൽ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ചിലപ്പോൾ ലജത്ത് ദായിമിനോട് ഫത്വ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ യോഗം കൂടിയിട്ട് ഉത്തരം കൊടുക്കുള്ളൂ. അത്രയും വലിയ വിഷയങ്ങൾ ആൾക്കാർ ചോദിക്കുന്നത്. അവനവൻ്റെ നിത്യജീവിതത്തിൽ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ വുദൂഇൻ്റെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധ ഉണ്ടാവില്ല, അതിനെക്കുറിച്ച് യാതൊന്നും പഠിച്ചില്ല. അങ്ങനെ ആവരുത്. ചെറിയ മക്കളെ നിങ്ങൾ ഇത് മനസ്സിലാക്കി തുടങ്ങിയ സമയത്താണെങ്കിൽ നമുക്ക് വെറുതെ അവകാശവാദം പറഞ്ഞെടുക്കുന്ന പൊള്ളയായ ആളുകളായി മാറരുത്. പറയുന്നത് അവനവൻ്റെ കാര്യത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക, അവനവൻ്റെ ഇസ്ലാഹ് അവനവനെ നന്നാക്കുക എന്നുള്ളതിന് കാര്യമായി സമയം കണ്ടെത്തുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്ന വാക്കുകളിലൊന്നാണ്, നമ്മൾ പലപ്പോഴും ഇവിടെ പറയാറുള്ള പഴഞ്ചൊല്ല് പോലെ പറയുന്ന വാക്കാണ്. പക്ഷേ ഹദീസായിട്ട് പ്രയോഗം ഹദീസിൽ വന്നിട്ടുണ്ട്. നേർക്കേര ഈ പഴഞ്ചൊല്ല് അതേപോലെ വന്നതല്ല, പക്ഷെ അതേ ആശയം വന്നിട്ടുണ്ട്. അത് ആളുകൾ പറയൂലേ, മറ്റുള്ളവൻ്റെ കണ്ണിലെ കരട് ആൾക്കാർ കാണും, അവനവൻ്റെ കണ്ണിലെ വിറകുകൊള്ളി വരെ കാണില്ല എന്ന് പറയും. സ്വന്തം ജീവിതത്തിലെ അവസ്ഥ എന്താണ് എന്ന് പരിശോധിക്കാം. നമ്മൾ പല ആൾക്കാരും നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്കൂ. നമ്മൾ അടുത്തടുത്തിരിക്കുന്ന ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് അറിയുന്ന ചില തെറ്റുകൾ ഇപ്പുറത്തിരിക്കുന്ന ഏതെങ്കിലും ഒരാൾ ചെയ്തിട്ടുണ്ട് എന്ന് നിനക്ക് അറിയുമായിരുന്നെങ്കിൽ നീ ചിലപ്പോൾ കാലാകാലം മരിക്കുന്നവരെ പിന്നെ എന്നിട്ട് മുണ്ടൂലായിരുന്നു. പക്ഷെ നമുക്കറിയാം നമ്മളത് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം, പക്ഷെ നമുക്ക് നമ്മളോടൊരു പ്രശ്നമില്ല, അവനവനോട് നമുക്ക് പ്രശ്നമില്ല. വേറെ ഒരുത്തനെങ്ങാനും അത് നമ്മൾ ചെയ്ത തെറ്റന്നെ ഇരിക്കും, പക്ഷെ അത് വേറെ ഒരുത്തൻ ചെയ്തത് നമ്മളെങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ അവനായിട്ട് നമ്മൾ എന്തൊക്കെ കുഴപ്പമുണ്ടാക്കി കളയും. ആളുകൾ പലപ്പോഴും സ്വന്തം കാര്യത്തിൽ പരിശോധനകളിൽ വളരെ മയം കാണിച്ചാണ്, വേറുള്ളവനെ നന്നാക്കാനുള്ള കാര്യത്തിൽ ശ്രദ്ധിക്കാം. നമ്മൾ വെറുതെ ഇത് പറഞ്ഞെടുക്കുന്ന ആൾക്കാരായി മാറരുത്.